അടുത്ത ചോദ്യം, എ പാർട്ടിക്കിൾ സ്റ്റാർട്ടിംഗ് വിത്ത് certain initial velocity and uniform acceleration covers a distance of 12 meter in first 3 seconds and a distance of 30 meter in next 3 seconds. The initial velocity of the particle is. ഈ ചോദ്യത്തിൽ ഒരു പാർട്ടിക്കിൾ വിത്ത് സം ഇനിഷ്യൽ വെലോസിറ്റി v0 ആൻഡ് യൂണിഫോം ആക്സിലറേഷൻ, ദറ്റ് മീൻസ് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ എ, ആൻഡ് ആ ഒരു പാർട്ടിക്കിള് 3 സെക്കൻഡ് കൊണ്ട് 12 മീറ്ററും അടുത്ത 3 സെക്കൻഡ് കൊണ്ട് 30 മീറ്ററും കവർ ചെയ്യുന്നു. ഓക്കെ, ആ പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിനെ v0 എന്നും ഇത് കവർ ചെയ്ത അടുത്ത വെലോസിറ്റി v1ഉം ഈ ഡിസ്റ്റൻസ് കവർ ചെയ്ത വെലോസിറ്റി v2 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് v മൈനസ് v0 ഇസ് ഈക്വൽ ടു at ആണ്. ഈ ഫസ്റ്റ് കേസിൽ ഫൈനൽ വെലോസിറ്റി v1 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി v0. v1 മൈനസ് v0 ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ടൈം എത്രയാണ്? 3 സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ a ആണ്. therefore we can write 3a. രണ്ടാമത്തെ കേസിൽ ഫൈനൽ v2 മൈനസ് ഇനിഷ്യൽ v1 ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 3a. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ, ഡിസ്റ്റൻസ് ഉള്ള ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് x ഇസ് ഈക്വൽ ടു v0 t പ്ലസ് what ഹാഫ് a t സ്ക്വയർ. ഓക്കെ, ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 12 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 12 ഇസ് ഈക്വൽ ടു അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി v0 ആണ്. ടൈം എത്രയാണ്? t 3 സെക്കൻഡ് ആണ്. therefore നമുക്ക് 3v0 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് a ആൻഡ് ടൈം t ഈസ് 3 സെക്കൻഡ്, 3 സ്ക്വയർ ദാറ്റ് ഈസ് 9. therefore 9/2 a. ഇനി രണ്ടാമത്തെ കേസിലെ ഡിസ്റ്റൻസ് എത്രയാണ്? 30 മീറ്റർ ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി എന്താ രണ്ടാമത്തെ കേസിൽ? v1 ആണ്. ടൈം 3 സെക്കൻഡ്സ്, therefore 3v1 പ്ലസ് ഹാഫ് a ഇൻറ്റു t എത്രയാണ്? അഗെയിൻ 3 ആണ്. therefore 9/2 a. ഇനി ഈ ഇക്വേഷൻസ് തമ്മിൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ നമുക്ക് കിട്ടുക? അതായത് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ആദ്യത്തെ ഇക്വേഷൻ എന്തായിരിക്കും? 30 നിന്ന് 12 പോയാൽ എത്ര വരും? 18. 18 ഈക്വൽ ടു, ഇത് രണ്ടും സെയിം ആണ്, ഈ രണ്ട് ടേംസ് മൈനസ് ചെയ്തു പോവും. ദെൻ 3v1 മൈനസ് 3v0 ദറ്റ് ഈസ് 3 ഇൻറ്റു v1 മൈനസ് v0. ഓക്കെ, ഈ v1 മൈനസ് v0 എത്രയാണ്? 3a ആണ്. therefore it is equal to 3 into 3a that is equal to 9a, or a is equal to 18/9 that is 2 meter per second square. നമുക്ക് a 2 ആണെന്ന് കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v0 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, therefore 12 is equal to 3v0 plus 9 into 2/2 that is 9, or 3v0 is equal to 12 minus 9 that is 3, or v0 is equal to 1 meter per second. That is our answer and that is option E. അടുത്തത് 2013 ചോദ്യമാണ്. The distance x covered by a particle varies with time t as x square is equal to 2t square plus 6t plus 1. Its acceleration varies with x as. ഈ ചോദ്യത്തിൽ x square is equal to 2t square plus 6t plus 1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്താണ്? a is equal to dx by d square x by dt square. അതായത് എക്സിനെ 2 പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് എക്സ് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഈക്വൽ ടു
4t + 6. ഓക്കെ, ഇനി ഇത് എല്ലാ ടേമിനും 2 നമ്മൾക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. ദറ്റ് ഈസ് x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 2t + 3. ഇനി അഗെയിൻ ഈ ഇക്വേഷൻ ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദറ്റ് ഈസ് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്, ദറ്റ് ഈസ് അഗെയിൻ ഡിറൈവ് ചെയ്യുമ്പോൾ എന്താ d²x/dt², ദാറ്റ് ഈസ് വാട്ട്, ആക്സിലറേഷൻ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ, dx/dt, ദറ്റ് ഈസ് വെലോസിറ്റി ആയിട്ട് എഴുതാം. ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്, ദറ്റ് ഈസ് അഗെയിൻ dx/dt, ദറ്റ് ഈസ് അഗെയിൻ വെലോസിറ്റി, then v². That is equal to derivative of time, t is equal to, t is 1, therefore it's equal to 2. For xa plus v² is equal to 2 ആണ്. This is our first equation. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഈ v² ടേമിനെ നമുക്ക് ഒന്ന് എക്സിൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം ഓപ്ഷൻസ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, അതെല്ലാം എക്സിൻ്റെ പവേഴ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് v² നമുക്ക് എക്സിൻ്റെ ടേമിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യാം. അതിന് ഈ ഇക്വേഷനിൽ v ഉണ്ട്, ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാം. ദറ്റ് ഈസ് x² v² is equal to 2t + 3 the whole square. Okay, that is equal to 4t² plus 12t plus 9, or v² is equal to divided by x². ഇതിൽ നിന്ന് നമുക്ക് 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ വരിക, 2 ഇൻറ്റു 2t² plus 6t plus 1 plus 7 എന്ന് എഴുതിക്കൂടെ. ഈ ടേമിൽ നിന്ന് 2 എടുത്തു, ഇതിൽ നിന്ന് 2 എടുത്തു, ഇതിനെ +2 + 7 എന്ന് മാറ്റി എഴുതി. അപ്പോൾ 1 എഴുതി, 2 പുറത്തെടുത്തു, +7. ഓക്കെ, ഈ ടേം എന്താണ്, ദിസ് ഈസ് 2t² 6t plus 1 is x². That is equal to 2x² plus 7. That is whole divided by x² or whole divided by x². That we can write it as 2 plus 7 by x² ആണ് v² എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം that is v² is equal to 2 plus 7 by x². ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ v² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ xa plus 2 plus 7 by x² is equal to 2, or xa is equal to 2 minus 2 minus 7 by x², or a is equal to 2 getting cancelled minus 7 by x³. That is a is proportional to x raised to -3. This is our option D. അടുത്ത ചോദ്യം, ഇത് 2012 ചോദിച്ചതാണ്. എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ കവേഴ്സ് half of the distance with a speed of 3 meters per second. The other half of the distance is covered in 2 equal time intervals with a speed of 4.5 meters per second and 7.5 meters per second. The average speed of the particle in meter per second is. എന്താണ് ചോദ്യം? A particle is moving along a straight line, covers half the distance with a speed of 3. This is a straight line. This is its half distance. And half the distance with a speed of 3 meters per second. Here the speed is 3 meters per second. And the other half of the distance is covered in 2 equal time intervals with the speed, other half
is separated into two equal time intervals. Just let it be t and t. Okay. With a speed of 4.5 meter per second and 7.5 meter per second. The average speed of the particle ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പാർട്ടിക്കിളിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ആവറേജ് സ്പീഡ് എന്താണ്? ദാറ്റ് ഈസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ ടൈം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത്. നമുക്കിവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയത്തില്ല, ടോട്ടൽ ടൈമും നമുക്കറിയത്തില്ല. പക്ഷെ ഇതിനെ ആ കണ്ടീഷനിലോട്ട് നമ്മൾ മാറ്റിയെടുക്കണം. അപ്പം ഈ ടൈം രണ്ടും ഈക്വലാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിന് നമുക്ക് t = 1 സെക്കൻഡായിട്ടൊന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതും 1 സെക്കൻഡാണ്, ഇതും 1 സെക്കൻഡാണ്. അപ്പോൾ ഈ t 1 സെക്കൻഡ് ആണെങ്കിൽ ഈ വെലോസിറ്റിയിൽ ഇത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ദാറ്റ് മീൻസ് distance we can take it as x1 is equal to 4.5 into t into 1 second, that is equal to 4.5 meter. അതുപോലെ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? x2 is equal to 7.5 meter per second into 1 second, that is equal to 7.5 meter. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 4.5 പ്ലസ് 7.5 വാട്ട് ഈസ് 7 4 7 5 12, ദാറ്റ് ഈസ് 12 മീറ്റർ. ഓക്കെ, അപ്പം ഈ ഡിസ്റ്റൻസ് 12 മീറ്റർ ആണ്. അപ്പോൾ ഹാഫ് ലെങ്ത് ആണിത്. അപ്പം ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 12 മീറ്റർ ആയിരിക്കണം. അപ്പോൾ ടോട്ടൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? ദാറ്റ് ഈസ് 24 മീറ്റർ ആയിരിക്കണം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് 12 മീറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡുമാണ്. അപ്പം ടൈം നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ? ടൈം t = എന്താണ്? t ഈസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. 12/3 = 4 seconds. ഓക്കെ, അപ്പം ടോട്ടൽ ടൈം ടേക്കൺ എത്രയാണ്? This is 4 seconds, this is 1 second, and this is 1 second. Then what is total distance? Therefore, the average velocity is equal to total distance is 24 meter and total time, that is 4 plus 2, that is 6 seconds. Therefore, 24/6 is 4 meter per second. That is our answer, and that is option D. Car started moving with the initial velocities v and 2v. For the same deceleration, the respective stopping distances are in the ratio. Option A 1:1, B 1:2, C 1:4, D 2:1 and E 4:1. എന്താണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് രണ്ട് കാറുകൾ വിത്ത് ഇനിഷ്യൽ വെലോസിറ്റി v ആൻഡ് 2v. ഓക്കെ, ഇത് രണ്ടും ഒരു ഡീസലറേഷൻ അപ്ലൈ ചെയ്ത് സ്റ്റോപ്പ് ആവുന്നു. ഓക്കെ, ഡീസലറേഷൻ മീൻസ് നമ്മളൊരു ബ്രേക്ക് ചവിട്ടുന്നത്. അപ്പോൾ വണ്ടി റെസ്റ്റിലോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് ഈ വെലോസിറ്റിയിൽ നിന്ന് ഇത് 0 വെലോസിറ്റിയിലോട്ട് വരുന്ന ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം ആൻഡ് ഫൈനൽ വെലോസിറ്റി എന്താണ്? v final is equal to 0 ആണ്. എന്തുകൊണ്ട്? ഇത് റെസ്റ്റിലോട്ടാണ് ബോഡി പോകുന്നത്. ഓക്കെ, അപ്പം വെലോസിറ്റിയും ഡിസ്റ്റൻസും ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും വെലോസിറ്റിയും. അപ്പം ടൈമിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? ഇക്വേഷൻ v² is equal to v0² plus 2ax ആയിരിക്കും. ഓക്കെ, therefore our equation is v² is equal to v0² plus 2a into x. ഓക്കെ, ഇനി v എന്ന് പറയുന്നത് എന്താ? ഫൈനൽ വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് 0.
Therefore, first case 0 is equal to v square a plus 2 acceleration is minus acceleration into x. Okay. And രണ്ടാമത്തെ കേസിൽ 0 is equal to 4v square plus 2 into minus a. This is x1 and this is x2. Okay. ഇതിൽ നിന്ന് ഈ ഇക്വേഷനെ നമുക്ക് v square is equal to 2a x1 എന്നും 4v square is equal to 2a x2 എന്നും മാറ്റി എഴുതും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ x1 ഡിവൈഡഡ് ബൈ x2 ഇസ് ഈക്വൽ ടു ഇതും ക്യാൻസലാവും v square divided by 4v square, that is equal to 1 by 4. Therefore, the ratio is 1:4. അടുത്ത ചോദ്യം. A car moves a distance of 200 meter. It covers first half of the distance at a speed 60 km per hour and the second half at a speed v. If the average speed is 40 km per hour, the value of v is. ഈ ചോദ്യത്തിൽ ഒരു കാറ് 200 മീറ്റർ സഞ്ചരിക്കുന്നു, ദാറ്റ് ഈസ് 0.2 കിലോമീറ്റർ. ആൻസർ കിലോമീറ്റർ പെർ അവറിലായതുകൊണ്ട് നമ്മൾ മീറ്ററിനെ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സെക്കൻഡ് ഹാഫ് v കിലോമീറ്റർ പെർ അവർ വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ ആവറേജ് വെലോസിറ്റി 40 കിലോമീറ്റർ പെർ അവറാണ്. ഓക്കെ, അപ്പം ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാം, ആവറേജ് വെലോസിറ്റി അറിയാം. അപ്പം നമുക്ക് ടോട്ടൽ ടൈം കാണത്തില്ലേ? ഓക്കെ, കിട്ടും. അപ്പം ടോട്ടൽ ടൈമിൽ നിന്ന് ഈ ദൂരം സഞ്ചരിക്കാൻ എടുത്ത ടൈം കുറയ്ക്കുകയാണെങ്കിൽ ഈ ദൂരം സഞ്ചരിക്കാനുള്ള ടൈം നമുക്ക് കിട്ടും. ഓക്കെ, ഈ ദൂരം സഞ്ചരിക്കാൻ എടുത്ത ടൈം എന്താ? ദാറ്റ് ഈസ് 0.1 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 60 കിലോമീറ്റർ. ഓക്കെ, കാരണം ഇത് ഹാഫ് ഡിസ്റ്റൻസ് ആണ്, ഇതും 0.1 ആണ്, ഇതും 0.1 ആണ്. അപ്പം ഇത്രയും ദൂരം സഞ്ചരിക്കാൻ എടുത്ത ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വെലോസിറ്റി. അപ്പം ടൈം ഇസ് ഈക്വൽ ടു, therefore ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഓക്കെ, അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 0.2 ഡിവൈഡഡ് ബൈ വെലോസിറ്റി, ദാറ്റ് ഈസ് 40 മൈനസ് ഇത് 0.1 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 60. അതാണ് ഈ ദൂരം സഞ്ചരിക്കാൻ എടുത്ത ടൈം. ഓക്കെ, അതിനെ നമുക്ക് ആ ദൂരം സഞ്ചരിക്കാൻ എടുത്ത ടൈമിനെ നമുക്ക് TV എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ ഡിനോമിനേറ്റർ ഈക്വലൈസ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 ഡിവൈഡഡ് ബൈ 120 മൈനസ് 0.2 ഡിവൈഡഡ് ബൈ 120, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 ഡിവൈഡഡ് ബൈ 120. ഓക്കെ, ഇനി നമുക്ക് വെലോസിറ്റിയാണ് കണ്ടത്. ഇപ്പോൾ ഈ ദൂരം സഞ്ചരിക്കാനത്തെ ടൈം അറിയാം, ഡിസ്റ്റൻസ് അറിയാം. Therefore velocity is equal to 0.1 divided by this time, that is 0.4. 120 മുകളിലോട്ട് വരും, that is 120. ഓക്കെ, ഇനി ഇതിനെ രണ്ടിനും 10 കൊണ്ട് മുകളിലും താഴെ ഒരു 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. Therefore 1/4 into 120. 4 12 3 പ്രാവശ്യം, therefore 30. Therefore velocity is 30 kilometer per hour. That is velocity is 30 kilometer per hour. That is
ഓപ്ഷൻ എ. അപ്പം ഇത്രയും പ്രോബ്ലംസാണ് ഈ ഇക്വേഷൻ ഓഫ് മോഷൻസ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് കൃത്യമായി അനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ. ഇനി ഈ ചാപ്റ്ററിലെ ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.